ബ്രോ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒറ്റ ബിസിനസ് എൻക്വയറി പോലും വരുന്നില്ല. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ഡോണ്ട് വറി, അതിനാണ് ഞാനുള്ളത്. ഈ ഒരു സീരീസ് തീരുമ്പോൾ സോഷ്യൽ മീഡിയ വെറും ലൈക്സിനും ഫോളോവേഴ്സിനും ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടല്ല, പകരം കസ്റ്റമേഴ്സ് കൊണ്ടുവരുന്ന ഒരു ബിസിനസ് സിസ്റ്റം ആയിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങും. ഇനി കുറച്ച് എന്നെ പറ്റി പറയാം. ഞാൻ ഒരു ഡെവലപ്പർ ആയിരുന്നു. ലാസ്റ്റ് 2 കൊല്ലമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഏജൻസീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രീലാൻസ് ആയിട്ട് ഒരുപാട് പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടന്റ് മാർക്കറ്റിംഗും മെറ്റാഡ്സും വഴി ഒരുപാട് ലീഡ്സും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജേണിയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, പക്ഷേ ഓഡിയൻസിനെ കസ്റ്റമേഴ്സായി മാറ്റുന്നതാണ് ഏറ്റവും പാട്. എന്തുകൊണ്ട് ചില ബ്രാൻഡ്സ് സോഷ്യൽ മീഡിയ വഴി കൺസിസ്റ്റന്റ് ആയി സെയിൽസ് കൊണ്ടുവരുന്നു? എന്തുകൊണ്ട് ചിലർക്ക് പെട്ടെന്ന് ട്രസ്റ്റ് കിട്ടുന്നു? ഈ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടാൻ വേണ്ടി ഞാൻ കണ്ടന്റ് ക്രിയേഷനും മാർക്കറ്റിംഗും ഡീപ്പായി സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. സോഷ്യൽ മീഡിയ വഴി വളർന്ന മിക്ക ബ്രാൻഡ്സിനും ഒരു കാര്യം കോമൺ ആണ്. ആ ബ്രാൻഡിന്റെ പുറകിൽ ഒരു ശക്തമായ സ്റ്റോറി ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിന്റെ പുറകിൽ ഒരു ശക്തമായ പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്. എനിക്ക് മനസ്സിലായ പ്രിൻസിപ്പിൾസ്, സ്ട്രാറ്റജീസ്, ഫ്രെയിം വർക്ക്സ്, ലേണിംഗ്സ് ഇതെല്ലാം വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. കണ്ടന്റ് മാർക്കറ്റിംഗ് മുതൽ ലീഡ് ജനറേഷൻ വരെ ഒരു ബിസിനസ് സോഷ്യൽ മീഡിയ വഴി എങ്ങനെ ഗ്രോ ചെയ്യണം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ബിസിനസ് ഓണറോ അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരോ ആണോ എങ്കിൽ ഈ ഒരു അക്കൗണ്ട് മസ്റ്റ് ടൈം ഫോളോ ചെയ്യും. ട്രസ്റ്റ് മീ, നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്ന ബെസ്റ്റ് ഡിസിഷനിൽ ഒന്നായിരിക്കും. അപ്പോൾ വെൽക്കം ടു ജെ കെയർ ഒറിജിനൽസ്.